നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതും അതേപോലെ തന്നെ കോമഡിയും കൂടി ഉൾപ്പെടുന്ന ബെസ്റ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പ്ലസ് കോമഡി ഡ്രാമാസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ടുണ്ടല്ലോ റൊമാൻറ്റിക് പ്ലസ് കോമഡി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓടിയെത്തുന്നത് ട്രൂ ബ്യൂട്ടി, ഇറ്റ്സ് ഓക്കെ നോട്ട് ബി ഓക്കെ, ബിസിനസ് പ്രൊപ്പോസല്, ഷിവാസ് പ്രിറ്റി, അങ്ങനത്തെ കുറച്ച് ഡ്രാമകൾ, അതായത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമാസ് ആയിരിക്കും ഓർമ്മ വരുന്നതല്ലേ. പക്ഷേ റൊമാൻറ്റിക് പ്ലസ് കോമഡിയുള്ള കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് ഡ്രാമാസും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഡ്രാമാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കാരണം ആ ഒരു ഡ്രാമ കണ്ട ആളുകൾക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് ഭയങ്കര പോപ്പുലർ അല്ല. ഒരുപാട് കെ ഡ്രാമാസ് കാണുന്നവർക്കായിരിക്കും ഈ ഡ്രാമയിലോട്ട് പെട്ടെന്ന് എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് ദ ലെജൻഡ് ഓഫ് ദ ബ്ലൂ സീ. 2016 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക്കും അതേപോലെ തന്നെ നല്ലൊരു ഫാന്റസി ആയിട്ടുള്ള ഡ്രാമയാണ് ദ ലെജൻഡ് ഓഫ് ദ ബ്ലൂ സീ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡ്രാമ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കാരണം ഇതിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലീ മിൻ ഹോ എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ എല്ലാ ഡ്രാമാസും ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. അപ്പൊ അതിൽ പെടുന്ന ഒരു ഡ്രാമയാണ് ദ ലെജൻഡ് ഓഫ് ദ ബ്ലൂ സീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇത് നല്ലൊരു മത്സ്യകന്യകയുടെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. മത്സ്യകന്യക നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുകയും ശേഷം അവനെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു ഡ്രാമ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫെയറി ടെയിൽ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറീസ് ഉണ്ടായിരിക്കുമല്ലോ, മത്സ്യകന്യക വരുന്നതും മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഫെയറി ടെയിൽ ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്റ്റോറീസ് ശരിക്കും മോഡേൺ കാലഘട്ടത്തിൽ നടന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഡ്രാമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് അവര് നന്നായിട്ട് തന്നെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ലീ മിൻ ഹോന്റെ കൂടെ പെയർ ആയിട്ട്, അതായത് മത്സ്യകന്യകയായിട്ട് ഇതിൽ അഭിനയിച്ചേക്കുന്നത് ജങ് ജി ഹ്യോൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ്സുമാണ്. അപ്പൊ ആ ഒരു ആക്ട്രസ് ഇതിൽ നല്ല കൊമേഡിയൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാഴ്ചവെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ചിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ സീനുകളും അതേപോലെ തന്നെ ഇവരുടെ ഭയങ്കര കോമഡി ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ നമുക്ക് കണ്ടാൽ ഈ ഒരു ഡ്രാമ ഒന്നുകൂടി എന്റർടൈൻമെന്റും അതേപോലെ തന്നെ ഫീൽ ഗുഡും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ടോട്ടലായിട്ട് ഇതിൽ 20 എപ്പിസോഡ്സ് ആണുള്ളത്. ഈ ഡ്രാമ ടോട്ടലി നല്ല റൊമാൻറ്റിക്കും നല്ല സസ്പെൻസും അതേപോലെ തന്നെ ഫാന്റസി, പിന്നെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് കുറച്ച് പറയുന്നുണ്ട്, ലാസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന്റെ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഡ്രാമയാണ് ദ ലെജൻഡ് ഓഫ് ദ ബ്ലൂ സീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ലീ മിൻ ഹോന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് ദ ലെജൻഡ് ഓഫ് ദ ബ്ലൂ സീ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള ഡാലി ആൻഡ് കോക്കി പ്രിൻസ്. ഈ ഡ്രാമയിലുണ്ടല്ലോ നമ്മുടെ കഥയിൽ നായികയ്ക്ക് സ്വന്തമായിട്ട് ഒരു ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവളുടെ ഫാമിലിക്ക് വലിയൊരു കടം വന്നതുകൊണ്ട് ആ ഒരു ആർട്ട് മ്യൂസിയം അവളെ തിരിച്ചെടുക്കാനുള്ള ഒരു സ്ട്രഗിളിങ് സ്റ്റേജിലാണ് നമുക്ക് അവളെ കാണുന്നത് കേട്ടോ. പക്ഷെ പിന്നീട് അവളുടെ ആ ഒരു ലൈഫ് ആകെ ടോട്ടലി ചേഞ്ച്ഡ് ആവുകയാണ് എപ്പോ നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുന്നതോടൊപ്പം കേട്ടോ. ഇത് വലിയൊരു റിച്ച് ആയിട്ടുള്ള 2 ഫാമിലീസിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ വലിയൊരു ബിസിനസ് മാൻ ആണ്, പക്ഷെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര കോമഡിയാണ് അവന്റെ ആക്ടിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ കഥയിലെ നായികയാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് കേട്ടോ. അവളും റിച്ച് ആണ്, പക്ഷെ അവളുടെ ആ ഒരു അതായത് അവളുടെ ആ ഒരു ഫാമിലിക്ക് കടം വന്നത് കൊണ്ട് ഫുൾ അവൾക്ക് ടോട്ടലി എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടു. പക്ഷെ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് നമ്മുടെ കഥയിലെ നായിക. ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം മീറ്റ് ആക്കുന്നത് കേട്ടോ. പിന്നീട് ഉണ്ടാകുന്ന സ്റ്റോറി എല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം. പിന്നീട് അവൾ ഓരോന്നും തിരിച്ചെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇവനോട് ഇഷ്ടം തോന്നുന്നതും ഇവർ പിന്നീട് റിലേഷൻഷിപ്പിൽ ആവുന്നതും എല്ലാം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഡ്രാമാസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര നാച്ചുറലും അതേപോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ആവും കേട്ടോ. ഈ ഡ്രാമ ഞാൻ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഒരു എപ്പിസോഡും ഇതിന് ബോർ അടിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഡ്രാമ ഫീൽ ആയത്. ഇല്ല നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഫീൽ ആവുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഭയങ്കര ഈ ഒരു നടനും ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് കേട്ടോ. ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ആക്ടിങ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്
ഡ്രാമയാണ് ഈ ഒരു ഡാലി ആൻഡ് കോക്കി പ്രിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയുള്ള ക്യാരക്ടേഴ്സ് അവർ നന്നായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ കഥയിൽ നായികയുടെ ആ ഒരു ഔട്ട്ഫിറ്റും ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ തന്നെ മറ്റെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണല്ലേ. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഒന്നിങ്ങനെ ഇരുന്ന് കണ്ടുപോകും കേട്ടോ. പിന്നെ നടന്റെ ആ ഒരു ആക്ടിങ്ങും ഭയങ്കര കോമഡി ആയിട്ടായിരിക്കും അദ്ദേഹം ആക്ട് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകും എപ്പിസോഡ്സ് ഒക്കെ കേട്ടോ. അപ്പൊ ഇതിൽ ആ ഒരു മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് കിമിൻജെ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഗുയങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡ്രാമ കണ്ടു നോക്കൂ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. മൂന്നാമത്തെ ഡ്രാമയാണ് 18 Again. ഈ ഡ്രാമ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ. 2018 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ടൈം ട്രാവലർ അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് 18 Again എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡ്രാമയിലെ സ്റ്റോറി എന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ. 37 വയസ്സുള്ള ഒരാള് അയാളുടെ 18ാം വയസ്സിലോട്ട് അദ്ദേഹം ടൈം ട്രാവലർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അത് എന്തോരം ഇൻട്രസ്റ്റിംഗ് അതേപോലെ തന്നെ എന്തോരം ക്യൂരിയോസിറ്റി ആയിരിക്കും എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഡ്രാമ മൊത്തം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലവ് എങ്ങനെയാണ് എന്നെല്ലാം അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഇൻസ്പയറിങ്ങും ഹേർട്ട് ഫെൽറ്റും ഹേർട്ട് വാമിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ 18 Again എന്ന് പറയുന്നത് കേട്ടോ. പാരന്റ്സിനും അവരുടെ കുട്ടികളോട് ഭയങ്കര ട്രൂ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്നുള്ളൊരു മെസ്സേജിങ് ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഫാദർ എങ്ങനെയായിരിക്കണം, പാരന്റ്സ് എങ്ങനെയായിരിക്കണം, ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ടീനേജ് കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല സ്റ്റേജിലൂടെ അല്ലെങ്കിൽ പല സ്റ്റേജസിൽ ആൾക്കാർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അത് മറികടക്കാനുള്ള ഓരോ സൊല്യൂഷനും കാര്യങ്ങളും, ലവ്, റിലേഷൻഷിപ്പ്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, അങ്ങനെ എല്ലാ സ്റ്റേജസും ഇതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഡ്രാമയിൽ മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് 18 Again. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ലീ ഡോ ഹ്യൂൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം ഹാന്യോൾ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ഇതിലുണ്ടല്ലോ ടൈം ട്രാവലർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ആ ഒരു 18ാം വയസ്സിലല്ല കേട്ടോ. എന്റെ 18ാം വയസ്സിലുള്ള ആ ഒരു ശരീരത്തിലോട്ടാണ് കേട്ടോ അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ടോട്ടലി ആ ഒരു ലോകം തന്നെ മാറുന്നില്ല. ഇയറിലോട്ടല്ല അദ്ദേഹം ടൈം ട്രാവലർ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിലോട്ടാണ് കേട്ടോ. അപ്പൊ പിന്നീട് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ് ഈ ഡ്രാമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ട്രാവലറിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് 18 Again എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടും ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടും കാണാൻ പറ്റുള്ള ഒരു ഡ്രാമയാണ് 18 Again എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിൽ മക്കളൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഓരോ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും അവർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 4th ഡ്രാമയാണ് 2015 റിലീസ് ആയിട്ടുള്ള കിൽ മി ഹിൽ മി. എനിക്ക് ഈ ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം ഈ ഡ്രാമ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതൊരു 1-man ഷോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം കേട്ടോ. കാരണം നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ ഇതിൽ മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉള്ളത്. അതായത് അദ്ദേഹത്തിന് 7 പേഴ്സണാലിറ്റി ആയിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 7 പേരൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ ആ 7 പേര് ചിലപ്പോൾ ചെറിയ കുട്ടിയായേക്കാം, വലിയ ആളായേക്കാം, കുറച്ച് അഡൽട്ട് പ്രായമുള്ള ആളായേക്കാം, അങ്ങനെ പല ഏജ് കാറ്റഗറിയിലുള്ള ഒരു 7 പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ അത് ഓരോന്നും അഭിനയിക്കുക, ആക്ട് ചെയ്യാന്നൊക്കെ പറയണത് തന്നെ ആ ഒരു ആക്ടിങ് തന്നെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-man ഷോ ആണെന്ന് പറയാനുള്ള കാരണം കേട്ടോ. കാരണം അദ്ദേഹത്തിന് ഭയങ്കര രസമാണ് ഇതിൽ ആക്ടിങ് എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അപ്പൊ ഈ ഓരോ ആക്ടിങ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കോമഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് കിൽ മി ഹിൽ മി എന്ന് പറയുന്നത് കേട്ടോ. സോ അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം
സീക്രട്ട് ആയിട്ട് അദ്ദേഹം ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ ഹയർ ചെയ്യാണ് കേട്ടോ. ആ ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ഡോക്ടറാണ് നമ്മുടെ കഥയിലെ നായിക. പിന്നീട് ഉണ്ടാവുന്ന സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കണ്ടുതന്നെ അറിയണം. പതുക്കെ ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ലൈഫിൽ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടുതന്നെ അറിയണം കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കിൽമി ഹിൽമി എന്ന് പറയുന്നത്. ഭയങ്കര കോമഡിയാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൽ ആ ഒരു മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ജീസങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഹ്വാൻ ജങ് യോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഈ ആക്ട്രസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഷീവാസ് പ്രെറ്റി എന്ന് പറയുന്ന ഡ്രാമയിൽ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് കേട്ടോ. എന്തായാലും ഇതിൽ ഇവരുടെ ആ ഒരു റൊമാൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് ആയിട്ടായിരിക്കും ഈ ഡ്രാമ നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ആവുന്നത്. ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള സ്റ്റിൽ 17. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രാമയാണ് കേട്ടോ. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായികയുണ്ടല്ലോ 17 വർഷങ്ങൾക്ക് ശേഷം കോമയിൽ നിന്ന് എണീക്കുകയാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. ആ ആക്സിഡന്റിൽ അവള് കോമയിലാവുകയാണ്. ശേഷം അവള് 17 വർഷങ്ങൾക്ക് ശേഷമാണ് എണീക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലുള്ള ആ ഒരാളെ അല്ല, വലുതായപ്പോൾ അവൾ ആകെ അവളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവള് ചേഞ്ച് ആയിട്ട് ഒരു 30 സംതിങ് ഏജ് ആയി. ആ ഒരു ഏജിലാണ് അവള് കോമയിൽ നിന്ന് എണീക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലൈഫ് ആകെ ടോട്ടലി ചേഞ്ച് ആയി. അവളുടെ ലൈഫ് മാത്രമല്ല സറൗണ്ടിങ്സ് പോലും ഭയങ്കര ചേഞ്ച് ആയില്ലേ. സോ ആ ഒരു സറൗണ്ടിങ്സും അതേപോലെ തന്നെ അവളുടെ ലൈഫും അവൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാണ്. പതുക്കെ അവൾ അക്സെപ്റ്റ് ചെയ്യാണ്. എല്ലാം കൊണ്ടും എല്ലാം അവൾ പതുക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഡ്രാമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നീട് അവൾ പെട്ടെന്ന് നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഇവരുടെ ലവ് സ്റ്റോറി എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടെന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ഷിൻഹേസാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ഈ ആക്ട്രസിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഭയങ്കര ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ആ ഒരു ആക്ട്രസിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് സ്റ്റിൽ 17 എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. പക്ഷെ ഇതിൽ കൺസെപ്റ്റും കണ്ടന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഫണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് സ്റ്റിൽ 17. അതുകൊണ്ടാണ് ഈ ഡ്രാമ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് യങ് സേ ജോൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ്. അപ്പൊ ഇവരുടെ ആ ഒരു ലവ് സ്റ്റോറി, ഇവരുടെ കെമിസ്ട്രി ആണ് ഇതിൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഫണ്ണായിട്ടും നല്ല ഈസി ആയിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് സ്റ്റിൽ 17. ഇതിൽ ടോട്ടലായിട്ട് 32 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഒരു 5 റൊമാൻറ്റിക് പ്ലസ് കോമഡി ആയിട്ടുള്ള ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡ്രാമ എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.